Now I invite Jim, Joji, Rajiv, Rohit, Minu, Sibin, and Subin to the stage to perform a skit. Please make them feel welcome. Woo! ോടുകൂടി നാടകം ആരംഭിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്കപ്പുറം, വർഷങ്ങൾക്കിപ്പുറം. ഇത് 3 കൂട്ടുകാരുടെ കൂടിച്ചേരലിന്റെ കഥയാണ്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇവരെപ്പറ്റി അറിയേണ്ടതുണ്ട്. ജോർജ് റബ്ബർ പാലിനോളം നല്ല പാലില്ലെന്നും മാണിസാറിനോളം നല്ല സാറില്ലെന്നും വിശ്വസിക്കുന്ന പാലായിലെ കൃഷിക്കാരൻ. തോമാച്ചൻ കോളേജിലെ ആസ്ഥാന ചളിയടിയൻ. മൗനജാഥയ്ക്ക് പോലും മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാൻ പോകുന്നവൻ. ഗോവിന്ദൻ വിയർപ്പിന്റെയും വിശപ്പിന്റെയും അസുഖമുള്ളവൻ. ചൂണ്ടുവിരൽ സ്മോൾ അടിക്കുമ്പോൾ അച്ചാർ തൊട്ടു നക്കാനും ചുമ്മാ ഇരിക്കുമ്പോൾ മൂക്കിലിട്ട് തിരിക്കാനും മാത്രമുള്ളതല്ല, അത് അനീതിക്ക് നേരെ ചൂണ്ടാനുമുള്ളതാണ് എന്ന് പറയുന്ന നമ്മുടെ കോളേജിലെ രാഷ്ട്രീയക്കാരൻ. മറവിയുടെ ബീഡിക്കുറ്റികളിൽ നിന്ന് തിരിക്കൊളുത്തിയ ഓർമ്മപ്പടക്കങ്ങൾ കയ്യിലിരുന്ന് പൊട്ടുമ്പോൾ വെടിമരുന്ന് മണക്കുന്ന വ്രണങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിന്റെ കൈവെള്ളയിലാണ് എന്നാണല്ലോ മഹാകവി അമിതാഭ് ബച്ചൻ അമ്മയെ കൺതുറക്കൂ ഇല്ലെങ്കിൽ ചവിട്ടിത്തുറക്കും എന്ന മഹാകാവ്യത്തിൽ പൊന്നമ്മ ബാബുവിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓർമ്മയുടെ പതിറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഒരു കോളേജ് കാലഘട്ടം. എടാ ഗോവിന്ദ, റിസൾട്ട് വന്നിട്ട് ഇപ്പോഴാണല്ലോ കാണുന്നേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയാടാ, ഇങ്ങനെയൊക്കെ പോകുന്നു. ജോർജും 10 മണിക്ക് വരാമെന്നാണല്ലോ പറഞ്ഞത്. അവനെ കണ്ടില്ല. അവൻ എപ്പോഴും ലേറ്റ് ആണല്ലോ. പാലെടുത്ത് ഷീറ്റ് അടിച്ചിട്ടൊക്കെ വേണ്ടേ വരാൻ? ഓഫീസിൽ നിന്നല്ലേ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്? അതെ, ആ പ്രിൻസിപ്പൽ കടുവ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശവും സർട്ടിഫിക്കറ്റിന്റെ കൂടെ വാങ്ങിച്ചിട്ട് വരാല്ലേ? ഗുഡ് മോർണിംഗ് സാർ. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതല്ലേ? എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എനിക്ക് ബോംബെയിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്. ഞാൻ അപ്പന്റെ ബിസിനസ്സിൽ കൂടുക. ഇനിയാണ് ശരിക്കും ജീവിതം തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ദി എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ മീൻസ്. എപ്പോഴും നിങ്ങൾ നേരായ വഴി മാത്രം പോകാവൂ. എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. അതൊക്കെ നടക്കട്ടെ. നിങ്ങളുടെ കൂടെയുള്ള മൂന്നാമൻ എവിടെ പോയി? അവൻ വരാമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ നടക്കട്ടെ. സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയാലും നിങ്ങൾ ഈ വഴിക്കൊക്കെ വരില്ലേ? ഞങ്ങളിനി വരുമ്പോൾ സാർ ഇവിടെ കാണുമോ? എനിക്കിനിയും റിട്ടയർ ആകാൻ ഒരു 5-6 വർഷം ഇനിയുണ്ട്. എന്നാ പിന്നെ കാണാം. അപ്പൊ വൈകിട്ട് എന്താ പരിപാടി? ഇന്ന് വൈകിട്ട് കാര്യമായിട്ടൊന്ന് കൂടണം. രാജധാനിയിൽ കാണാല്ലേ? നീ ആ ജോർജിനോടൊന്ന് പറഞ്ഞേക്ക്. അത് ഞാൻ പറഞ്ഞേക്കാം. മണം പിടിച്ചിട്ടാണെങ്കിൽ അവൻ എത്തിക്കോളും. നീ എന്നാണ് ബോംബെക്ക് പോകുന്നത്? ഞാൻ ശനിയാഴ്ച പോടാ. അപ്പൊ ഇനി ബോംബെ അധോലോകം മലയാളിയായ ഗോവിന്ദബായി വരിക്കും. എങ്ങനെയപ്പോ അവിടെ 2 അടിക്കാനുള്ള കാശൊക്കെ ഉണ്ടോ? എടാ, അത് പിന്നെ അമ്മ അരിക്കലത്ത് കുറച്ച് ബ്ലാക്ക് മണി പൂഴ്ത്തി വെച്ചിരുന്നു. അത് ഞാനൊരു വെൽ പ്ലാൻഡ് ഓപ്പറേഷനുടെ കൈക്കലാക്കി. പിന്നെ എല്ലാം സെറ്റ്. ജോൺസൺ ചേട്ടായി, എന്തൊക്കെയുണ്ട്? നന്നായിട്ട് പോണു മക്കളെ. എല്ലാരും ഒന്ന് നല്ല ഹാപ്പി ആണല്ലോ. എന്താ കാര്യം? ഞങ്ങളുടെ കോളേജിലെ ഗുസ്തിയൊക്കെ തീർന്നു. ഇനി എല്ലാരും പല വഴിക്കാം. എന്നാ പിന്നെ ജോൺസൺ ചേട്ടന്റെ തൃക്കായിന്ന് 2 അടിച്ചിട്ടാകാന്ന് കരുതി. അപ്പൊ എങ്ങനെയാ? പതിവ് ഐറ്റങ്ങളൊക്കെ തന്നെയല്ലേ? അല്ല, ഇന്ന് കുറച്ച് ലാവിഷാ. ഒരു 3-4 കിടില ഐറ്റം അങ്ങോട്ട് പോരട്ടെ. എടാ തോമച്ച, ഇന്നെങ്ങാനും നീ വാള് വെച്ച നിന്നെ കൊണ്ട് തന്നെ ഞാൻ കോരിക്കും.
എന്താടാ ജോർജിനെ കണ്ടില്ലല്ലോ? അവൻ സ്ഥിരം ലേറ്റ് ആണല്ലോ. അവൻ ഈ പശുവിനെ കറന്ന് പുല്ല് കൊടുത്തിട്ടൊക്കെ വേണ്ടേ വരാൻ. വരുമായിരിക്കും. എന്താടാ ലേറ്റ് ആയത്? വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. എടാ ഇവൻ ബോംബെ ഡോണാകാൻ പോവുകയാണ്. എന്താ നിന്റെ പ്ലാൻ? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തേലൊക്കെ ചെയ്യണം. എന്നാ പിന്നെ തുടങ്ങിയാലോ? എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമ കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുവ വേഗത്തിൽ. ഉണ്ടക്കുപ്പി രണ്ടെണ്ണം ആദ്യം പോരട്ടെ, കോട്ടിനുള്ളിൽ പൊത്തിക്കോ ആരും കാണണ്ട. നേരം മോന്തിയാകുമ്പോൾ ഭരതൻ മാസ്റ്റർ റെയിൽ വഴിയായി ഷാപ്പിൽ കയറാനെത്തിപ്പോയി ആരും കാണണ്ട. എടാ കുറച്ച് വെള്ളം ചേർത്തടിക്കടാ. എടാ ഇതിനുള്ള വെള്ളമൊക്കെ എന്റെ ശരീരത്തിൽ തന്നെയുണ്ട്. എടാ നീ ഒരു കാര്യം അറിഞ്ഞോ? നിന്റെ ആള് മടത്തിപ്പോണെന്ന് കേട്ടല്ലോ. അത് നീ അറിഞ്ഞോ? എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾക്കറിയത്തില്ലല്ലോ. ഇഷ്ടം നഷ്ടമാകുന്ന കണക്ക് പുസ്തകങ്ങളിൽ ഗുണിച്ചും ഹരിച്ചും വെറുതെ സമയം കളഞ്ഞത് മിച്ചം. അതൊക്കെ വിടടാ. ഇന്നത്തെ ദിവസത്തിന്റെ മൂഡ് വെറുതെ കളയണ്ട. ഇനി എന്നാ ഇങ്ങനെയൊക്കെ കൂടാൻ പറ്റുക? പലരും പല വഴിക്കാണല്ലോ. ഇന്ന് ഏതാ ദിവസം? ഇന്ന് ഓഗസ്റ്റ് 30. ഞാനൊരു കാര്യം പറയട്ടെ. 30 വർഷത്തിന് ശേഷം നമുക്കെല്ലാവർക്കും ഇതേ ബാറിൽ ഓഗസ്റ്റ് 30 ഒരുമിച്ച് കൂടിയാലോ? അത് കൊള്ളാലോ. നല്ലൊരു ഐഡിയ ആണല്ലോ. അന്ന് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാനും വെയിറ്റ് ചെയ്യും. എന്നാ ബില്ലെടുക്കട്ടെ? ജോർജ്, നീയല്ലേ ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നത്. അപ്പൊ നീ ബില്ല് കൊടുക്ക്. അല്ല, ഞാൻ തന്നെ കൊടുക്കണോ? നീ തന്നെ കൊടുക്കണം. ഇനി നമ്മൾ കൂടുമ്പോൾ ആരാണോ ലാസ്റ്റ് വരുന്നത് അവര് തന്നെ കൊടുക്കണം. ഇപ്പൊ ഓക്കെ. ബോംബെക്കൊക്കെ പോയിട്ട് പോവാ. ബോംബെക്കാരനാണ്, ജാവോ എന്ന് പറയണം. പോലെ ഹൈ സ്പീഡിലും ചിലപ്പോൾ ടിൻഡു ലോക്കയെ പോലെ ആവറേജ് സ്പീഡിലും ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ 30 വർഷങ്ങൾ കഴിഞ്ഞു. എല്ലാം മാറി. അന്നത്തെ രാജധാനി ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലായി. 30 വർഷങ്ങൾക്കിപ്പുറം ഓഗസ്റ്റ് 30. തോമസ് അല്ലേ? ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. റീയൂണിയന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ നിങ്ങളുടെ അന്നത്തെ വെയിറ്റർ ജോൺസേട്ടൻ. ഇപ്പൊ ഈ ഹോട്ടലിന്റെ ഓണറാ. നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എടാ ഗോവിന്ദ, ഹേ പ്രഭു, യേ ക്യാ ഹുവാ? പട്ടിയെ പോലെ പണിയെടുത്ത് രാജാവിനെ പോലെ ജീവിക്കുക. ഈ മന്ത്രം തന്നെ ജോലി, ജോലി തന്നെ ജോലി. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്. ജോൺസൺ ചേട്ടാ. ജോൺസേട്ടനൊക്കെ പണ്ട്. ഇപ്പൊ ജോൺസൺ മുതലാളിയാണ്. നമുക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോർജ് ഇതുവരെ എത്തിയില്ലേ? അവൻ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ലേറ്റ് ആണല്ലേ? ജോർജ് വരാൻ കുറച്ച് ലേറ്റ് ആവും. നിങ്ങൾ പതുക്കെ തുടങ്ങിക്കും. ഗോവിന്ദ, അവിടെ ഇരിക്കുന്ന ലേഡിയെ കണ്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. അത് നമ്മുടെ ആനിയല്ലേ, നിന്റെ പണ്ടത്തെ? ഗോവിന്ദൻ ഇപ്പോ എവിടാ? എന്തെടുക്കുന്നു? ഞാനിപ്പോ മുംബൈയിൽ സെറ്റിൽഡാ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ നടത്തുന്നു. ഹായ് തോമസ്, യു ചേഞ്ച്ഡ് എ ലോട്ട്. നീയും ഒത്തിരി മാറിപ്പോയി. വർഷങ്ങൾ കുറെ ആയില്ലേടോ ഇപ്പം. ഞാനിപ്പോ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഓണമൊക്കെ അല്ലേ, അത് കാരണം വീട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. അതുകൊണ്ടെന്താ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. നിനക്കറിയാമോ, തോമാച്ചൻ ഇപ്പൊ ഇവിടെ വലിയ മുതലാളിയാ. 2 ജൂവലറി ഒക്കെ ഉണ്ട്. ആനി, നീ ഇവിടെ ഇരിക്കെ. അല്ല, ജോർജ് എവിടെ പോയി?
എപ്പോഴും നിങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നല്ലോ. ആ ജോർജ് ഇപ്പം എത്തും. ഞങ്ങളിവിടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ കോളേജ് ഡേയ്സ് എന്ത് രസമായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാനത് ഓർത്ത് ചിരിക്കാറുണ്ട്. അന്നത്തെ ടൂറും ഇലക്ഷനും കോളേജ് ഡേയും സ്ട്രൈക്സും എല്ലാം. നിന്നെ ഇവിടെ കാണുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. മഠത്തിൽ പോകുമെന്നാണ് അവസാനം ഞങ്ങൾ കേട്ടത്. ഓഹോ, അത് താനും കേട്ടിരുന്നോ? എന്തായാലും ഞാൻ മഠത്തിൽ പോയിട്ടില്ല. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും മിനിമം ഒരു പ്രേമെങ്കിലും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പേരിന് പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സങ്കടം ഞാൻ മിനിയോട് പറഞ്ഞതാ. അപ്പൊ പുറകിന്ന് ആരോ പറയുന്നത് കേട്ടു, ആനി മഠത്തിൽ പോയാ ഞാൻ പള്ളിയിലച്ഛനാവുമെന്ന്. പക്ഷെ എനിക്ക് ആളെ പിടികിട്ടിയില്ല. അത് കേട്ടപ്പം എന്റെ മനസ്സിലും ഒരു ലഡ്ഡു പൊട്ടി. അതെങ്ങനെയാ? നിനക്ക് ഹിറ്റ്ലറെ പോലെയുള്ള 5 ആങ്ങളമാരല്ലായിരുന്നോ? പിന്നെ ആർക്കാ നിന്നെ പ്രേമിക്കാൻ ധൈര്യം ഉണ്ടാവുക? അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഉറപ്പായിരുന്നു. ആഹാ, അതാരാ ഞാനറിയാതെ എന്നെ പ്രേമിച്ച കക്ഷി? ഇവനല്ലേ ആ കക്ഷി. ബൈ ദ ബൈ, ഇയാൾ ഇൻസ്റ്റയിലുണ്ടോ? ഞാനില്ല, ബട്ട് എന്റെ മൂത്ത മോനും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. ഐഡി വേണോ അവരുടെ? അയ്യോ വേണ്ടായേ. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നു മറയത്തൊളി കണ്ണു കളിയൂ ഞാനാടും ഇടനാടീരാ. ഈ ദിവസം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. വളരെ നാളുകൾക്ക് ശേഷം ടെൻഷനൊക്കെ മറന്ന് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റി. എന്തായാലും ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ നന്നായിരുന്നു. ആ അത് ശരിയാ, എനിക്ക് അങ്ങനെ തന്നെ. എന്തായാലും ആക്സിഡന്റലി ആണെങ്കിലും നിങ്ങളെ ഇവിടെ കണ്ടതുകൊണ്ട് ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ വരുന്ന ആളെ കണ്ട് നല്ല മുഖപരിചയം ഉണ്ടല്ലോ. ഹായ് തോമസ് അങ്കിൾ, ഗോവിന്ദൻ അങ്കിൾ. ഞാൻ സണ്ണി, ജോർജിന്റെ മകനാണ്. അച്ഛൻ നിങ്ങളെ പറ്റി എപ്പോഴും പറയാറുണ്ട്. ജോർജ് എവിടെ? കണ്ടില്ലല്ലോ. അച്ഛൻ നിങ്ങളുടെ റിയൂണിയന് വേണ്ടി വളരെ കാത്തിരുന്നതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹി ഫെൽ സിക്ക് വിത്ത് ക്യാൻസർ ആൻഡ് പാസ്ഡ് അവേ ലാസ്റ്റ് വീക്ക്. അവസാന നാളുകൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അപ്പൊ മോനാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്? ആ അതെ, അച്ഛൻ നിങ്ങൾ എല്ലാവരുമായി ഒത്തുകൂടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ ഇല്ലെങ്കിലും ഈ ഒത്തുകൂടൽ അന്ന് പ്ലാൻ ചെയ്തതുപോലെ നടത്തണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അച്ഛൻ ഈ ലോകത്തിലില്ല എന്ന് നിങ്ങളെ നേരത്തെ അറിയിച്ചാൽ ഈ കൂടിക്കാഴ്ചയുടെ ആനന്ദം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ നേരത്തെ പറയാതിരുന്നത്. ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇത് വളരെ ഷോക്കിംഗ് ന്യൂസ് ആയിപ്പോയി. എന്നാലും അപ്പന്റെ ആഗ്രഹം പോലെ നീ എല്ലാം ചെയ്തല്ലോ. മോനിപ്പോ എന്തു ചെയ്യുന്നു? ഞാൻ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അച്ഛൻ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. എന്നെ നന്നായി പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചു. പ്ലീസ് ക്യാരി ഓൺ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പോ ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മളിൽ ചിലർ നമ്മൾ പോലും അറിയാതെ കൊഴിഞ്ഞുപോയി തുടങ്ങി. നമ്മുടെ കൂടെ പഠിച്ചവരെ എല്ലാം ചേർത്ത് ഇനി എല്ലാ വർഷവും ഇതുപോലെ കൂടണം. തീർച്ചയായും വേണം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊത്ത് ഒത്തുകൂടാനുള്ള സന്ദർഭങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അതിനായി ഒരു വിശേഷ അവസരത്തിനായി കാത്തിരിക്കുകയും വരുത്. സുഹൃത്ത് ബന്ധങ്ങളുടെ ആഴം കൂടിച്ചേരലുകൾ വഴി നിലനിർത്തുക. നമ്മുടെ ഓരോ ആഘോഷവും നന്നായി ആസ്വദിക്കുക. ഈ ഓണാഘോഷം നിങ്ങളുടെ മനസ്സുകളിൽ എന്നും മായാത്ത ഓർമ്മകൾ സമ്മാനിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.